ആദ്യമേ തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ്. ഇനിയുള്ള കാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഇന്ന് ഈ ഒരു ദിനത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിക്കാനായിട്ട് വിദ്യാലയ സമിതി തീരുമാനിച്ചതിൽ നമ്മുടെ വിദ്യാലയ സമിതിയെയും അതോടൊപ്പം നമ്മുടെ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നേരത്തെ നമ്മുടെ സാബുലാൽജി പറഞ്ഞ പോലെ ചെറിയൊരു കാര്യമല്ല നമ്മുടെ കുട്ടികളെ മേച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. ഞാനും എത്രയോ വർഷങ്ങളായിട്ട് വിദ്യാലയം ആരംഭിച്ച ആ കാലം മുതൽക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ്. പക്ഷെ ഒരു സത്യമുള്ളത്, അതിൽ നിന്ന് കിട്ടുന്ന ആത്മസംതൃപ്തി, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജം നമുക്ക് മറ്റ് ഒരു പ്രവർത്തനത്തിൽ നിന്നും കിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ മനുഷ്യ ചരിത്രം തുടങ്ങുന്ന കാലം മുതൽക്ക് അമ്മമാര് മക്കളെ വളർത്തി അവർ ഒരിക്കലും മടക്കില്ല. കുഞ്ഞിനെ ഭൂമിയിലേക്ക് ജനിപ്പിക്കുന്ന സമയം മുതൽ ആ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ പേരൻസിന്റെ കണ്ണടയുന്നത് വരെയും അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ചിന്തിക്കുന്നത് മക്കളെ പറ്റിയായിരിക്കും. ഏറ്റവും കൂടുതൽ നിമിഷങ്ങൾ ചെലവിടാൻ ആഗ്രഹിക്കുന്നതും ചെലവിടുന്നതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അത് എത്ര മുതിർന്നാൽ പോലും. അപ്പൊ ആ ഒരു സംസ്കാരം ആണ് നമ്മുടെ ഭാരത സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം. മറ്റു ലോകങ്ങളിലൊന്നും പൊതുവെ ആ ഒരു സംസ്കാരം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആധുനിക യുഗത്തില് അത് കാണാൻ തീരെ സാധിക്കില്ല. നിർഭാഗ്യവശാല് നമ്മുടെ രാഷ്ട്രവും നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഒക്കെ ആ ഒരു തലത്തിലേക്കാണോ നീങ്ങുന്നതെന്നുള്ള ഒരു ആശങ്ക ഇന്ന് എല്ലാവരും വെച്ച് പുലർത്തുന്നുണ്ട്. കേരളത്തിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാം. കുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ജനസംഖ്യ കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറയാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദമ്പതികൾക്ക് മീൻസ് രണ്ടുപേർക്ക് 2 മക്കളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനസംഖ്യ സ്വാഭാവികമായിട്ടും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 2 പോരാ, അതിനേക്കാൾ ചെറിയൊരു ശതമാനം കൂടെ വർധനവ് വേണം. എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തില് ജനസംഖ്യയുടെ ആ ഒരു തുലനം നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഏതാണ്ട് ആ ഒരു ഘട്ടത്തിന്റെ അവസാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ സമൂഹം. ഇനി അടുത്തത് നാളെ എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ അടുത്ത ജനറേഷനെ, അടുത്ത തലമുറയെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ നാളത്തെ കാര്യകർത്താക്കളെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന ഓരോ കുട്ടിയെയും യഥാർത്ഥ പൗരന്മാരായിട്ട്, വ്യക്തിചാരിത്ര്യമുള്ള, ദേശാഭിമാനികളായിട്ടുള്ള, സാമൂഹിക ബോധമുള്ള പൗരന്മാരായിട്ട് വാർത്തെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കേണ്ടത് യഥാർത്ഥത്തിൽ വിദ്യാലയങ്ങളാണ്. ആ വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ്. കാരണം സമൂഹം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തില് രക്ഷിതാക്കൾക്ക് മുൻകാലങ്ങളെ പോലെ വീടുകളിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് കുടുംബ മീൻസ് ജോയിന്റ് ഫാമിലി അല്ല, കൂട്ടുകുടുംബങ്ങളല്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിതം അല്ലെങ്കിൽ അവരുടെ ചെറിയ കുടുംബത്തിന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആ ഓട്ടത്തിനിടയിൽ മുൻകാലങ്ങളില് രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ സാധിച്ചിരുന്ന അത്രയും അറ്റൻഷൻ ഇന്നിപ്പോ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തില് വളരെയധികം ന്യൂനതകൾ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുനാളില് ഒരുപക്ഷെ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരോ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകള്, ജീവിത പ്രാരാബ്ധങ്ങള് ഒന്നും തന്നെ ഇന്നത്തെ സമൂഹം, ഇന്നത്തെ കുട്ടികൾ അറിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ തീയിൽ കുറിച്ചത് വെയിലത്ത് പാടില്ല എന്നൊക്കെ നമ്മൾ പറയും പോലെ കുഞ്ഞുനാള് മുതല് ജീവിത അനുഭവങ്ങളുടെ ആ തീച്ചുളയിലൂടെ വാർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ പറ്റും.
ഏത് ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ അവര് സ്വയം സൃഷ്ടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തില് വേണ്ടപ്പെട്ട അവരുടെ ആൾക്കാരുമായിട്ട് ചിന്തിച്ച് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് മുൻകാലങ്ങളിൽ കുട്ടികൾക്ക് സാധിച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ ജനറേഷൻ അച്ഛനമ്മമാര് കുട്ടികളെ പരമാവധി 4 ചുമരുകൾക്കുള്ളിൽ നിർത്തി എല്ലാവരുടെ കാര്യമല്ല ബഹുഭൂരിപക്ഷവും വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് അമ്മക്കിളി ചിറകിനടിയിൽ മാത്രം കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അത് ആ കുഞ്ഞുകിളിക്ക് ചിറക് മുളയ്ക്കുന്നത് വരെയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിലും മലയാളികളുടെ ഇടയിൽ കാണുന്ന വലിയൊരു പ്രവണത എന്ന് പറയുന്നത് 10, 30, 35 വയസ്സ് അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിയാൽ പോലും ആ ഒരു സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് തുറന്നുവിടാനായിട്ട് നമ്മുടെ സ്വന്തം മക്കളെ പ്രാപ്തരാക്കുന്നില്ല, അല്ലെങ്കിൽ രക്ഷിതാക്കൾ അത് ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം സ്വാർത്ഥമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇപ്പോൾ യഥാർത്ഥത്തില് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ നാട്ടില് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമുക്ക് കാണാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കേരളം ആത്മഹത്യയിലാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളം നമ്പർ 1 എന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ വർഷങ്ങളായിട്ട് നമ്മൾ 1ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആത്മഹത്യയിൽ 1ാം സ്ഥാനത്താണ്. അത് വർദ്ധിച്ചു വരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു 3-4 ചെറുപ്പക്കാരുടെ ഈ തരത്തിലുള്ള മരണങ്ങളിൽ പങ്കെടുക്കാൻ ഇടവന്നു. അപ്പോഴെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്ന് ആലോചിക്കും, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റി? നിസ്സാരമായിട്ടുള്ള ആ മരണങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ ചിന്തിച്ചു, നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടങ്ങളിൽ ആ തരത്തിലുള്ള കാരണങ്ങളെ സംബന്ധിച്ച് ആത്മഹത്യക്ക് ഒരുങ്ങുകയാണെങ്കിൽ ഒരു 100-150 പ്രാവശ്യം നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ അത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പച്ചമലയാളത്തിൽ പറയുന്ന തൊട്ടാവടികളായിട്ട് കുട്ടികൾ വളരുന്നു. ഒരു ചെറിയ പ്രതിസന്ധി നേരിട്ടാൽ പോലും അവർക്ക് അതിനെ സ്വയം തരണം ചെയ്യാനുള്ള മാനസിക ശേഷിയില്ല, ചിന്താശേഷിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ, പ്രതിസന്ധികളെ, അല്ലെങ്കിൽ അപമാനങ്ങളെ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുക. കുഞ്ഞു നാളെ മുതൽ നമ്മുടെയൊക്കെ സ്കൂൾ തലം മുതൽക്ക് നമ്മൾ എന്തെല്ലാം അപമാനങ്ങൾ, നാണക്കേടുകൾ, പരിഹാസങ്ങളൊക്കെ കേട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ പോലും ആര് പരിഹസിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല, ആരെ അപമാനിച്ചാലും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ നമ്മളായിട്ട് ജീവിക്കും. ഇവിടെ ഇന്നത്തെ തലമുറ ഇന്നലെ നമ്മൾ പ്രമാദമായ ഒരു ഇത് കൊണ്ടു അല്ലെ, അധ്യാപകൻ എന്ന് പറയപ്പെടുന്നു, ചിലപ്പോൾ അതായിരിക്കില്ല അതിന്റെ പേരിൽ അധ്യാപകൻ കളിയാക്കി, അല്ലെങ്കിൽ അധ്യാപകൻ വംശീയമായിട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആത്മഹത്യ. അതിനെതിരെ പോരാടാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനോ അതിനെതിരെ ശബ്ദിക്കാനോ ഒന്നും, അല്ലെങ്കിൽ അതിനെ അവജ്ഞയോടെ തള്ളിക്കളയാനോ പോലും സാധിക്കാതെ ആത്മഹത്യ ചെയ്യുന്നു. പ്രേമനൈരാശ്യം. അപ്പൊ ഈ തരത്തില് വളരെയധികം ദുർബല മനസ്കരായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയെ കൂടുതൽ ഊർജ്ജസ്വലരും ശക്തിയുള്ള മനസ്സിനുടമകളുമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കടമ. അതിനുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വിദ്യാനികേതൻ കാലാകാലങ്ങളായിട്ട് ഓരോ പ്രാവശ്യവും നമ്മുടെ സിലബസ് പരിഷ്കരണത്തിലൂടെയും ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങിലൂടെയും മാറുന്ന കാലത്തിനനുസരിച്ച് കുട്ടികളെ നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക ജീവികളായി വളർത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ദൗർബല്യങ്ങളിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ കുട്ടികളെ സാമൂഹിക ബോധമുള്ള സാമൂഹിക ജീവികളായി വളർത്തുക എന്നുള്ളതാണ്. അപ്പോ അതിനുള്ള ഒരു ചെറിയ സംരംഭമാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ കാണുന്നത്. കുട്ടി UKG-യിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നതിനെ ആഘോഷിക്കുകയല്ല, മറിച്ച് അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാത്രമല്ല, അത് ഈ ഒരു സമൂഹത്തിന്റെ, അവന്റെ കുടുംബത്തിന്റെ, ഈ സമൂഹത്തിന്റെ, വിദ്യാലയത്തിന്റെ ഒക്കെ ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ അതിന്റെ സന്തോഷം എല്ലാവരും കൂടെ ചേർന്ന് പങ്കിടുന്നു എന്നുള്ളത് ആ കുട്ടിയെ കൂടെ ബോധ്യപ്പെടുത്തുന്നവരാണ്. ആ തരത്തില് തന്റെ നേട്ടങ്ങള് അത് സമൂഹവുമായിട്ട് സമരസപ്പെടുത്തിക്കൊണ്ട്
ജീവിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ദൗർബല്യങ്ങളിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ രക്ഷപ്പെടും. അപ്പൊ പലപ്പോഴും ഞാൻ നമ്മുടെ പല രക്ഷിതാക്കളും ഈ കുട്ടികളുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അവരെ സ്വതന്ത്രരായിട്ട് കൊടുക്കുക. കുഞ്ഞുനാൾ മുതല് സ്വന്തം കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു വ്യക്തിക്ക് ഒരു സഹായം വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ സഹായം ആഗ്രഹിക്കുന്നവര്, സഹായം അർഹിക്കുന്നവര് നമുക്ക് 100% സഹായം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ സഹായം ചെയ്യേണ്ടവരാണെന്ന് ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മുൻകാലങ്ങളിൽ നമ്മുടെ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ കൈക്കുഞ്ഞുമായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ളവര് വളരെ വൃദ്ധജനങ്ങളൊക്കെ കയറി വന്ന ഉടനെ തന്നെ എഴുന്നേറ്റ് മാറിക്കൊടുക്കാൻ, സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് വളരെയധികം ചെറുപ്പക്കാർ മുന്നോട്ട് വരുമായിരുന്നു. ഇന്നിപ്പോ എത്ര പേര്? ഞാൻ പലപ്പോഴും അപൂർവമായിട്ടാണെങ്കിലും ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യാറുണ്ട്. ഞാൻ അതിശയത്തോടുകൂടി കാണുന്നത് നമ്മുടെ കാലമല്ല. കുട്ടികള് 15, 20, 25 വയസ്സുള്ള ആരോഗ്യമുള്ള ആ പുതിയ തലമുറയില് ബഹുഭൂരിപക്ഷം പോലും അതിന് തയ്യാറാവുന്നില്ല. വിറച്ച് വന്ന് ബസ്സിൽ പിടിച്ചവന് നിന്നാൽ പോലും ആ തരത്തിൽ മാറി തീറ്റ ഒഴിഞ്ഞു കൊടുക്കാൻ അവർ തയ്യാറാണ്. നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. ഇപ്പോഴും അന്നത്തെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും എഴിച്ചിട്ട് അവരെ ആ സീറ്റിലിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ആ തരത്തില് അല്ല കുട്ടികളെ വളർത്തേണ്ടത്. മറിച്ച് സാമൂഹിക ജീവികളായിട്ട് സമൂഹത്തിന്റെ സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും എല്ലാം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹം കൂടുതൽ ചൈതന്യവത്താവുന്നത്, കൂടുതൽ ചേതന ഉണ്ടാകുന്നത്. അപ്പൊ ആ തരത്തില് നമുക്ക് ലോകത്ത് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ വിചാരിക്കും അമേരിക്കൻ, നമ്മുടെ കുട്ടികളൊക്കെ അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നു, ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകുന്നു, പിന്നെ ഇവിടെ പോളണ്ടോ റഷ്യയോ ചൈനയോ ഒക്കെ പോകുന്നു. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതിയുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ പദ്ധതി, ഏറ്റവും നല്ല വ്യക്തി നിർമ്മാണം നടക്കുന്നത് ജപ്പാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലാണ്. നമ്മുടെ അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് ജപ്പാനിൽ ഒരു സഞ്ചരിച്ചാല് ഇതെങ്ങനെ സാധിക്കുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അവരുടെ കയ്യിൽ ഒരു തുണ്ട് പേപ്പർ കിട്ടിയാല് അത് റോഡിൽ കളയില്ല എന്ന് മാത്രമല്ല, അവരുടെ കൊണ്ടുപോകുന്ന ആ ബാഗിനകത്ത് ഇട്ടിട്ട് എവിടെയാണോ ഒരു ഡസ്റ്റ്ബിൻ കാണുന്നത് അതിനകത്ത് ഇടാനായിട്ട് കുഞ്ഞുനാൾ മുതലേ അവരെ പഠിപ്പിക്കുന്നു. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സീബ്ര ലൈനിലൂടെ മാത്രമേ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ സമൂഹവും ഒക്കെ പലപ്പോഴും കുഞ്ഞുങ്ങളെ അത് കുഴപ്പമില്ല നീ പോടാ എന്നുള്ള രീതിയിലാണ്. അത് നിയമം ലംഘിക്കാനാണ് പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ നിന്ന് പ്രേരണ കിട്ടുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി നമ്മുടെ കുട്ടികളെ നേരായ ജീവിത മാർഗം, നിയമം അനുസരിച്ച് ജീവിക്കുന്ന, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന, സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും വിജയവും എല്ലാം നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും കുടുംബത്തിനും കൂടെ ഷെയർ ചെയ്യാൻ തയ്യാറുള്ള ആ മാനസികാവസ്ഥയിലുള്ള പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വരും തലമുറയെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ചെറിയ എളിയ സംരംഭങ്ങളാണ് നമ്മുടെ ഭാരതീയ വിദ്യാനികേതൻ ഓരോ കാലഘട്ടത്തിലും ചെയ്തു വരുന്നത്. ആ പരിപാടികൾക്ക് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ രക്ഷിതാക്കളുടെയും പരിപൂർണ സഹകരണം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ ഒരു സന്ദേശം, ഈ ഗ്രാജുവേഷൻ സെറിമണിയുടെ സന്ദേശം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവര് വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ മങ്ങാത്ത ഓർമ്മയായിട്ട് ഇന്നത്തെ ഈ ഒരു ദിനം ഉണ്ടാവും. അവർ കൂടുതൽ ചിന്താശേഷി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അത് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാൻ UKG ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോയപ്പോൾ എന്റെ വിദ്യാലയ സമൂഹം അല്ലെങ്കിൽ വിദ്യാലയ കുടുംബം ഈ തരത്തില് ഒരു ആദരവ് എനിക്ക് നൽകിയത് എന്നുള്ളതിനെ പറ്റി അവര് ചിന്തിക്കും. ആ സമയത്ത് അവർക്ക് മനസ്സിലാവും ഞാൻ എന്ന വ്യക്തിയല്ല, മറിച്ച് ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, കുടുംബത്തിന്റെ ഭാഗമാണ്, വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വിദ്യാലയത്തിന്റെ ഭാഗമാണ്. ഒരു ജോലി കിട്ടി, തൊഴിൽ അന്വേഷിച്ചിട്ട് തൊഴിലിടം നേടുമ്പോൾ ആ തൊഴിലിടത്തിന്റെ ഭാഗമാണ് ഞാൻ എന്നുള്ള വ്യക്തി എന്നുള്ള ആ ഒരു ബോധം ക്രമേണയെങ്കിലും
ഈ കുഞ്ഞുമക്കളിൽ ഉണ്ടാകും. ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിന് ഈ വർഷം ആരംഭം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ പേർക്കും അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ഒരു സെറിമണി, ഈ ഒരു ഫംഗ്ഷൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.